അലോഷ്യസ് സേവ്യർ, ഇത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരമാണ്. മിനിയാന്നാണ് കോൺഗ്രസ് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അവിടെ ഗാന്ധി സ്മൃതിയിലേക്ക് പ്രതിപക്ഷ എംപിമാരുടെ മാർച്ച് നടത്തുകയാണ്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഈ സമരം ഏറ്റെടുക്കുകയാണോ? ശ്രീ അഭിലാഷ്, നമ്മുടെ ഈ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർച്ച കഴിഞ്ഞ 10 വർഷക്കാലമായി 2016 മുതൽ ഏകദേശം 100-ൽ കുറയാത്ത രീതിയിലേക്കുള്ള പേപ്പറുകൾ ലീക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും ഇത് വലിയൊരു തീവ്ര സ്വഭാവത്തിലേക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ചർച്ചാ വിഷയമാകുന്ന രീതിയിലേക്കോ ഒന്നും പോയിട്ടില്ല. ഈ 2024 ശേഷമാണ് വളരെ ഗൗരവകരമായിട്ടുള്ള രീതിയിലേക്ക് ഈ പേപ്പർ ലീക്കിൻ്റെ വിഷയങ്ങൾ രാജ്യത്താകമാനം വലിയ രീതിയിലേക്ക് ചർച്ചാ വിഷയമായി വരുന്നു. കോൺഗ്രസ് 2 വർഷത്തോളമായിട്ട് ഈ വിഷയത്തിൽ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NSC ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിക്കൊള്ളട്ടെ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിക്കൊള്ളട്ടെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സമരങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാരെല്ലാം വലിയ രീതിയിലേക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടത്തിൻ്റെ പോർമുഖം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളെല്ലാം വലിയ ഇടപെടലുകളെല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. നമുക്കറിയാം, ഏതെങ്കിലും കാലഘട്ടത്ത് വലിയ രീതിയിലേക്ക് ഇത്തരത്തിലേക്ക് സമരങ്ങൾ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു 2 വർഷത്തോളമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ നടത്തി വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 1.5 മാസത്തോളമായിട്ട് വലിയ രീതിയിൽ ഈ പറയുന്ന വിദ്യാർത്ഥികൾ, രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം ഈ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ സമരങ്ങളെല്ലാം വലിയ രീതിയിൽ അടിച്ചൊതുക്കിക്കൊണ്ട് ഈ സമരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ രാജ്യത്തിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും അതിനെ എങ്ങനെ ഈ BJP-ക്കാരായിട്ടുള്ള ആളുകൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നു എന്നതാണ് നമ്മൾ ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിലേക്ക് നിൽക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസം 1-2 ദിവസങ്ങളിലായി ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന BJP-യുടെ പ്രതിനിധികൾ അവരെല്ലാം എത്ര മോശമായിട്ടുള്ള രീതിയിലേക്കാണ് ഈ വിഷയങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ MP-മാർ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെല്ലാം എന്തുകൊണ്ടാണ് ഈ സമരത്തെ ഏറ്റെടുക്കുന്നത്? രാജ്യത്തെ 100-ൽ കുറയാതെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് ഈ വർഷം തന്നെ ഏകദേശം 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര തീവ്രമായിട്ടുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ വിഷയങ്ങളെല്ലാം പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും വലിയ രീതിയിൽ BJP-യുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ഇടനിലക്കാർ, അവരുടെ ദല്ലാളുകളായിട്ടുള്ള ആളുകൾ ആണ് ഈ പേപ്പർ ലീക്കിന് എല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുന്നതിൽ വലിയ അതിശയോക്തിയില്ല. നമുക്കറിയാം, ഈ NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകൃതമായതിനു ശേഷം വലിയ രീതിയിലേക്കുള്ള പേപ്പർ ചോർച്ചകൾ, അത് നീറ്റിൻ്റെ പരീക്ഷ മാത്രമല്ല എത്രയോ പരീക്ഷകൾ ഈ NDA നടത്തുന്ന പരീക്ഷകളെല്ലാം ചോർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് സംഘപരിവാറിന് വലിയ രീതിയിലേക്ക് ഉത്തരവാദിത്വമുണ്ട്, BJP-ക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് പല പരീക്ഷകളുടെ പേപ്പർ, ഇന്ത്യയുടെ ഉൾപ്പെടെ പല കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെയും പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ ഉറവിടം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാം, ഇത് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്തിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. അങ്ങനെ എല്ലാ രീതിയിലും BJP-ക്കാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായി രാജ്യത്തിൻ്റെ പരീക്ഷകൾ മാറുമ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇതിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളും മറ്റ് രാഷ്ട്രീയമുള്ള ആളുകളും ഇല്ലാത്ത ആളുകളെല്ലാം ഈ രാജ്യത്തിൻ്റെ ചെറുപ്പക്കാർക്കൊപ്പം അണിനിരക്കുന്നു. അപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാത്ത ഒരേ ഒരു ആളുകൾ എന്ന് പറയുന്നത് BJP-ക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഇതിൻ്റെ പോരാട്ടങ്ങൾ അതിൻ്റെ വലിയ തീവ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ പ്രക്ഷോഭങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം പറയാൻ കേശു ആഗ്രഹിക്കുന്നു.